പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏരിയ എന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ ടു മെഷർ ദി ലെങ്ത് ഓഫ് ദിസ് ലൈൻ? ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു റോഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോലെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നീളം 1, 2, 3 എന്ന് എണ്ണാം അല്ലേ? യൂസിങ് എ rod of length 1 unit, we can measure the length of this line. ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു റോഡ് ഉപയോഗിച്ച് ഇത് നമ്മൾ 1, 2, 3 എന്നിങ്ങനെ എണ്ണിയെടുക്കാം. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Using a rod of length 1 unit, we can measure the length of this rod like this: 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. So 12 unit is the length of this line. Then how to measure the area of a rectangle? ഇത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ മെഷർ ചെയ്യും? ഇവിടെയും നമുക്ക് ഒരു യൂണിറ്റ് സ്ക്വയർ ഉപയോഗിച്ചല്ല, ഒരു യൂണിറ്റ് ലെങ്തുള്ള റോഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ അളക്കാൻ പറ്റില്ല. ഒരു യൂണിറ്റ് സ്ക്വയർ, അതായത് ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയർ ഉപയോഗിച്ച് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഇത് ഈ ഏരിയ നമുക്കിങ്ങനെ മെഷർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. So 8 square unit is the area of this rectangle. 8 ചതുരശ്ര യൂണിറ്റ് ആണ് ഇതിൻ്റെ ഈ ചതുരത്തിൻ്റെ പരപ്പളവ്. Okay, let us consider another rectangle of length 5 unit and breadth 1 unit. ഇതിൻ്റെ ഇതുപോലെ തന്നെ യൂണിറ്റ് സ്ക്വയേഴ്സ് വെച്ച് അളന്ന് നോക്കാം. അപ്പോൾ we can measure the area by using unit square. 1, 2, 3, 4, 5. So 5 square unit is the area of this rectangle. Consider another rectangle. It is a square, length 3, breadth 3. ഇതിൻ്റെ ഏരിയയും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് യൂണിറ്റ് സ്ക്വയർ we can measure the area. നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9. So 9 square unit is the area of this square. അതായത് 9 ചതുരശ്ര യൂണിറ്റ് ആണ് ഇതിൻ്റെ പരപ്പളവ്. ഇതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഏരിയ എല്ലാം ഇപ്പോൾ ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 8 സ്ക്വയർ യൂണിറ്റ് ആയിരുന്നു. രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 5 സ്ക്വയർ യൂണിറ്റ് ആയിരുന്നു. മൂന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 9 സ്ക്വയർ യൂണിറ്റ് ആയിരുന്നു. ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും, ഒന്നാമത്തേൻ്റെ ലെങ്ത് 4, ബ്രെഡ്ത്ത് 2. രണ്ടാമത്തേൻ്റെ ലെങ്ത് 5, ബ്രെഡ്ത്ത് 1. മൂന്നാമത്തേൻ്റെ ലെങ്ത് 3, ബ്രെഡ്ത്തും 3. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 4 × 2 8, 5 × 1 5, 3 × 3 9. അപ്പോൾ can you say what is the area of a rectangle of length L and breadth B? What will be the area? Or if we compare the table, you can see that 4 × 2 8, 5 × 1 5, 3 × 3 9. So L × B will be the area of this rectangle. L × B is the area of this rectangle. Length L ഉം breadth B ആവുമ്പോൾ length × breadth ആണ് area. So area of a rectangle is length × breadth. അപ്പോൾ ഈ കോൺസെപ്റ്റ്, ഏരിയ എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.